പ്രൊഫസർ കെ.വി. തോമസ് ഇപ്പം എവിടെ ഇരിക്കുന്നതെന്ന് അറിയാമല്ലോ. ഈ മനുഷ്യന് ഈ എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും മണ്ടി മണ്ടി കരയേറുന്നു മോഹമെന്ന് പൂന്താനം എഴുതിയത് കെ.വി. തോമസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന പ്രൊഫസർ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇത് പിണറായി വിജയൻ അത്ര രസിക്കുമോ? പിണറായി വിജയൻ രസിക്കുമെന്നുള്ളതിനപ്പുറം പ്രൊഫസർ ഒരു സത്യം പറഞ്ഞു, അപൂർവമായിട്ട് പറയുന്ന ഒരു സത്യം പറഞ്ഞു. കാരണം ഇത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ. ഉമ്മൻചാണ്ടിയുടെ അദാനിയുടെ മറ്റേ അച്ഛൻ ആരാ അമ്മയാണെന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, നമുക്കതിലേക്ക് പോകണ്ട. പക്ഷേ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു ഇത്. ഇതിന് ടെൻഡർ വിളിച്ചു. ഉമ്മൻചാണ്ടിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വിഴിഞ്ഞത്തെ ഒന്ന് വികസിപ്പിച്ചെടുക്കണം. ഈ രാജവംശത്തിൻ്റെ കാലത്തെ തുറമുഖമല്ലേ ഇത്, പേരുകേട്ട തുറമുഖം. തമിഴ്നാടുമായിട്ട് മാത്രമല്ല വിദേശ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്തിയിരുന്ന ഒരു തുറമുഖമാണ്. രാജവംശത്തിൻ്റെ ആസ്ഥാനം വിഴിഞ്ഞമായിരുന്നു. ആ സ്ഥലം ഇത്രയും ആഴത്തിലുള്ള കടൽ കരയോട് ചേർന്നുള്ള വേറൊരു പ്രദേശമില്ല. ആ പ്രദേശം ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ പ്രദേശം മാത്രമാക്കി വെച്ചാൽ മതി. ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ളൊരു തുറമുഖമാക്കി മാറ്റണ്ടേ? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ അതുണ്ടായിരുന്നു, ആ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതിനായിട്ട് ടെൻഡർ വിളിച്ചപ്പോൾ സാഗർമാല പദ്ധതി എന്നൊരു പദ്ധതി, അന്ന് ഈ ഇന്ത്യക്ക് ചുറ്റും ഒരു മാല പോലെ ഈ തുറമുഖങ്ങളുണ്ടാക്കുക, ആ പദ്ധതി മോദി ആവിഷ്കരിച്ചു. എവിടെ ആര് തുറമുഖത്തിന് മുൻകൈ എടുത്താലും സഹായം, കേന്ദ്ര നിലപാട്. ഇതും കൂടെ വന്നപ്പോൾ എനിക്കും ഒരു തുറമുഖം വേണമെന്ന് ഉമ്മൻചാണ്ടി ആശിച്ചു പോയി. അദ്ദേഹം അത് കഴിഞ്ഞപ്പോഴത്തേക്കും വി.എസ്. അച്യുതാനന്ദൻ അഴിമതി ആരോപണം 300 കോടി രൂപ അദാനിയിൽ നിന്ന് പറ്റി എന്ന് പറഞ്ഞ് ശിവൻകുട്ടി ഉൾപ്പെടെ എല്ലാവരും കൊടി പിടിച്ചു തുറമുഖത്തിനെതിരെ. ഇത് വരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം പറയുകയാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് ഇത് സ്വാഭാവികം മാത്രമാണ്, കാരണം ഞാൻ കല്ലിട്ടതുകൊണ്ട് തുറമുഖം വരില്ല, ഞാനാണ് ഈ തുറമുഖം സ്ഥാപിച്ചത്, അതുകൊണ്ട് എൻ്റെ മക്കളെ എനിക്ക് കൊണ്ടുപോകാം, കൊച്ചുമക്കളെ എനിക്ക് കൊണ്ടുപോകാം, ഞാനാണ് കാര്യം സ്ഥാപിച്ചത്. എവിടെ സ്ഥാപിച്ചത് അദാനി. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, BOT അടിസ്ഥാനത്തിലുള്ള തുറമുഖമാണ്. അത് ഉമ്മൻചാണ്ടി നേരിട്ട വലിയൊരു പ്രശ്നമാണ്. അവിടെ കുറേ പേര് കൂടിയിട്ട് ഒരു സംഘടന രൂപീകരിച്ചിട്ട് അവരുടെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് കൂടുതൽ പണം കൊയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനൊന്നും പോരാ, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്തു. എന്നിട്ട് വേണം മദർ പോർട്ടാക്കി ഇതിനെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മുഴുവൻ പണവും കൊടുക്കും. ഗവൺമെൻറ്റിൻ്റെ പണമുണ്ടോ? കേരള ഗവൺമെൻറ് ഇതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താവും? ട്രഷറി നിത്യമായിട്ട് പൂച്ചകൾ കൈയടക്കുന്ന സ്ഥലമായിട്ട് മാറി. നിത്യവും ഇപ്പോൾ വല്ലപ്പോഴേ പൂച്ചകൾ അവിടെ കൈയിറക്കാറുള്ളൂ, കാരണം അത് പ്രവർത്തിക്കാത്തതുകൊണ്ട് പണം തീർന്നു പോകും. പക്ഷേ അന്നിങ്ങനെ ഒരു തീരുമാനം കേരള ഗവൺമെൻറ് കൂടെ പണം മുടക്കിയാണെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ശമ്പളം കൊടുക്കാൻ പണം കാണുമോ? നിത്യനിദാന ചെലവിന് പണം കാണുമോ? ചന്ദ്രശേഖർ ഭരിച്ച ഇന്ത്യ പോലുള്ള സ്ഥലമായി. ഇപ്പോൾ തന്നെ ദേവസ്വം ക്ഷേത്രങ്ങളിലെ പണ്ടമൊക്കെ ഉരുക്കിക്കൊണ്ട് വിറ്റ് പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. അത് പണയം വെച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ ഒരു ഗവൺമെൻറ്റിൻ്റെ പണം ഇരിക്കുന്നു. അദാനിയുടെ പണമുണ്ട്. കെ.വി. തോമസ് അദാനിയെ പരിചയമുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു നിങ്ങളൊന്ന് അദാനിയുമായിട്ട് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഫോണെടുത്തു, വിളിച്ചു. അദാനിയുമായിട്ട് വലിയ സൗഹൃദം, ഇങ്ങനെയുള്ള വലിയ വൻ തോക്കുകളുമായിട്ട് വലിയ സൗഹൃദം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലൈസൻസ് ഓഫീസറായിട്ട് പിണറായി വിജയൻ ഇരുത്തിയിരിക്കുന്നത്. കാരണം വൻ തോക്കുകളുടെ ആവശ്യമുണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ. SNC ലാബിനായാലും ശരി, ഇപ്പോൾ വീണ വിജയൻ്റെ കേസാണ്, വൻ തോക്കുകൾ വേണം സംരക്ഷണത്തിന്. അപ്പോൾ സമ്പത്തിനെ ആയിരുന്നു അവിടെ വെച്ചിരുന്നത്. സമ്പത്തിനൊന്നും ഈ വക കാര്യങ്ങളിലൊന്നും സമ്പത്തിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല. സമ്പത്തെന്നാണ് പേരെങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിൽ വലിയ ജനകീയമായിട്ടുള്ള. അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ്. അപ്പോൾ സമ്പത്തിനെ എതിർക്കുന്ന ആളാണത്. പട്ടിണിയുടെ പങ്കുവയ്ക്കൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ അദ്ദേഹത്തിന്. അതുപോട്ടെ, നല്ല മനുഷ്യനാണ് അദ്ദേഹം. അനിരുദ്ധൻ്റെ മകനാണ്. ആ പാരമ്പര്യം അദ്ദേഹം തുടരുന്നുണ്ട്. പോട്ടെ, അവിടെ കെ.വി. തോമസ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് അദാനി പറഞ്ഞതെന്നറിയാം? നിങ്ങൾക്ക് അദാനിയെ എന്നെ അറിയാവുന്നതുപോലെ എനിക്ക് കേരളത്തെ അറിയാം. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും പാര വയ്ക്കുന്ന സംസ്ഥാനമാണ് ഏത് ഗവൺമെൻറ് വന്നാലും. ഇതാണിവിടെ ഇപ്പോൾ നമ്മുടെ ഈസ് യുവർ ബിസിനസ് എന്ന് പറയുന്നത് ഉണ്ട് എന്ന് ഗവൺമെൻറ്. ഇപ്പോൾ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച്
ലോകത്തിലെ ഏറ്റവും മുന്തിയ വ്യവസായ ഭീമന്മാരിൽ ഒരാളായ അദാനി പറഞ്ഞ കാര്യമാണ്. വെൽ സ്റ്റഡീഡാണ് കേരളത്തെക്കുറിച്ച്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഒന്നിനും സമ്മതിക്കാത്ത പ്രസ്ഥാനം. പക്ഷേ അവസാനം അദ്ദേഹം ഈ റിസ്കിന് തയ്യാറായി വന്ന് പ്രതിപക്ഷ നേതാവിനെ കണ്ടു, മുഖ്യമന്ത്രിയെയും കണ്ടു. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പിന്നീട് 300 കോടി രൂപ ഉമ്മൻചാണ്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. ഒരു കാരണവശാലും ഇത് വളർത്താൻ ഞങ്ങൾ സഹായിക്കുകയില്ലെന്ന് പറഞ്ഞു. ഇവിടെ വളരാൻ ഞങ്ങൾ അദാനി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കോൺഗ്രസിന് എതിർപ്പുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എതിർത്തതാണ്. ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇതിന് തുടക്കം കുറിച്ചത്. കേരളത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു ഒരു തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ 300 കോടി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇവർ പ്രക്ഷോഭം നടത്തി. പ്രക്ഷോഭം നടത്തിയപ്പോൾ നിയമസഭാ തലത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. നിയമസഭാ രേഖകളിൽ അത് ഇപ്പോഴും ഉണ്ട്. എന്ത് എതിർപ്പ് വന്നാലും ഞാൻ ഇവിടെ ഈ തുറമുഖം കൊണ്ടുവരും. ആ പറഞ്ഞ വാക്കുകളുടെ സാക്ഷാത്കാരമാണ്, സാഫല്യമാണ് നാളെ നടക്കാൻ പോകുന്ന ഈ കമ്മീഷനിങ് അഥവാ രാഷ്ട്രത്തിന് ഈ തുറമുഖം സമർപ്പിക്കുന്നത്. അഭിമാനമായ ഈ തുറമുഖം അല്ല കല്ലിടിയിലൊന്നും അല്ല നടത്തിയത്. കല്ലിടിയിൽ നടത്തി, നിർമ്മാണം നടത്തി അദാനി. അദ്ദേഹത്തെ കൊണ്ട് അത് സമ്മതിപ്പിച്ചതും ഉമ്മൻചാണ്ടി. അതിനെ എതിർക്കുകയാണ് CPM ചെയ്തത്. ഒരു കാരണവശാലും ഇത് തൻ്റെ കുഞ്ഞ് എന്ന് പറയാൻ അദ്ദേഹത്തിന് യാതൊരു അർഹതയുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതങ്ങനെ അങ്ങ് ആക്കിയെടുക്കുകയാണ്. എല്ലാ അവകാശവാദങ്ങളും എടുത്ത് കോൺഗ്രസ്സിന് കഴിവില്ല. ഇതിൻ്റെ കള്ളം പൊളി. KV തോമസ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ശമ്പളം പറ്റിയിരിക്കുന്ന KV തോമസ് പോലും അതിൻ്റെ സത്യം പറഞ്ഞു. പക്ഷേ ഈ VD സതീശനൊക്കെ തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കാത്തതിൻ്റെ കൊതിക്കറിവ് എടുത്തു. അതാ ഈ സത്യം വിളിച്ചു പറയുന്നില്ല. ഇത് ഉപയോഗിക്കണ്ടേ അവരെ? എന്ത് പ്രതിപക്ഷ കഷ്ടം തോന്നുന്നു. ഞാനൊരു കോൺഗ്രസ്സുകാരനോ കോൺഗ്രസിൻ്റെ അനുഭാവിയോ ഇല്ല. പക്ഷേ ഇത് കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. തങ്ങളുടെ സത്യം അവരുടെ സത്യമായിട്ട് അവർ ഏറ്റെടുക്കുമ്പോൾ എന്തേ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു? കോൺഗ്രസിൽ നിന്ന് പിണറായിയുടെ ചേരിയിൽ പോയ ഒരാൾക്ക് ഇത് പറയേണ്ടി വരും. അതെ, ചേറ്റൂർ ശങ്കരൻ നായരെ മറന്നതുപോലെ നിങ്ങൾ ഉമ്മൻചാണ്ടിയെയും മറന്നുവോ? കോൺഗ്രസ്സുകാരനല്ലാത്ത ഞാൻ ചോദിക്കുകയാണ്. ചേറ്റൂർ ശങ്കരൻ നായരെ മറന്നതുപോലെ തന്നെ നിങ്ങൾ ഉമ്മൻചാണ്ടിയെ മറന്നുവോ? അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതിലെന്താ ഒരു വികാരവും ഇല്ലാത്ത കോൺഗ്രസ്സുകാരാ നിങ്ങൾ തന്നെ? രാജേന്ദ്ര, ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ CPMകാർ ചെയ്തിട്ടുള്ളത്. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണല്ലോ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തിയത്. അതെ, MK മുനീർ അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അന്ന് ഇതിനെ ഇവർ വലിയ ശക്തിയുക്തം എതിർത്തു. അവരാണ് പിന്നീട് കേരളയിലുമായി കേരളത്തെ പിളർത്തുമെന്ന് പറഞ്ഞാണ് അന്ന് തടഞ്ഞത്. അവർ തന്നെ ഇത് തിരിച്ചും കൊണ്ടു. കേരളയിൽ അത്രയും ഒന്നും ദോഷം എക്സ്പ്രസ് ഹൈവേക്ക് ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ള ഇവരാണ് ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എതിർക്കുന്നുണ്ട്. ആ എതിർപ്പ് ഉമ്മൻചാണ്ടി മാറ്റിത്തരണം എന്നുള്ള കണ്ടീഷനിലാണ് അദാനി വന്നത്. അത് മാറ്റിത്തരാമെന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ തടസ്സം മാറ്റി. ഉമ്മൻചാണ്ടി മാറ്റി. ഉമ്മൻചാണ്ടിയുമായിട്ട് അത്ര വലിയ ലോഹ്യത്തിലായിരുന്നില്ല ഇവർ രണ്ടുപേരും. പക്ഷേ ഈ തടസ്സം മാറ്റി ഉമ്മൻചാണ്ടി. ഭഗീരഥ പ്രയത്നമാണ് അതിൻ്റെ പിന്നിൽ നടന്നത്. ഇപ്പം ഈയിടെ വിഷ്ണുനാഥ് ചോദിക്കുകയുണ്ടായി, ഉമ്മൻചാണ്ടിയെ നിങ്ങൾ മറന്നോന്ന് ഈയിടെ ചോദിക്കുകയുണ്ടായി. പടലപ്പിണക്കമാണ് പാർട്ടിക്കകത്ത്. ഇവരെ എല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോയിട്ട് ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ ആ മരണം കോൺഗ്രസിനെ എനിക്ക് തോന്നുന്നു ലീഡറുടെ മരണം ബാധിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെയും ബാധിച്ചു. ഉമ്മൻചാണ്ടിയോ ലീഡറോ ഉണ്ടായിരുന്നെങ്കിൽ ഈ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി വിട്ടുകൊണ്ട് അടുത്ത ഭരണം ഏറ്റെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമായിരുന്നു എന്നുള്ള പാസ്റ്റ് ടെൻസിൽ ഞാൻ പറയുകയാണ്. ബാക്കിയൊന്നും പറയുന്നില്ല. ബാക്കി ജനങ്ങൾ തീരുമാനിച്ചോളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.